സോദരി 2021 മെയ് ജൂൺ ലക്കം ഓഡിയോ വേർഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡിറ്റോറിയൽ അവഗണിക്കാനാവാതെ ഓൺലൈൻ. എഴുതിയത് ലൗലി ജോൺ. രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് കോവിഡ് 2ാം തരംഗം ആഞ്ഞടിക്കുകയാണ്. മനുഷ്യസാധ്യമായ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് കോവിഡ്-19 അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത വൈറസ് എന്ന കുഞ്ഞുവില്ലൻ അനേകം കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തി. മക്കളെ നഷ്ടമാകുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ നഷ്ടമാകുന്നത് വഴി അനാഥത്വം പേറുന്ന കുട്ടികളും തുടർക്കഥയാകും. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും കോവിഡ് സംഹാര താണ്ഡവമാടുകയാണ്. കോവിഡ് മൂലം അടിപതറിയ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയാണ് ദൈനംദിന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കോവിഡ് മഹാമാരി വിദ്യാഭ്യാസ മേഖലയെ ഏറെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുവാൻ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കുകയാണ്. കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ആശങ്കയിലാണ് മിക്ക മാതാപിതാക്കളും. പഠനത്തിനു വേണ്ടി ഇന്റർനെറ്റിനെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക നില മാറി വരുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഡിജിറ്റൽ ലോകത്തെ കുട്ടികളും മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ ലക്കം ക്രിസ്തീയ സോദരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹാമാരിയുടെ മധ്യത്തിൽ എല്ലാ സാധ്യതകളും അടഞ്ഞപ്പോൾ അവയെ അതിജീവിക്കുവാൻ നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നു തന്ന ഒരു മാർഗമാണ് ഡിജിറ്റൽ സംവിധാനങ്ങൾ. അപ്പോൾ തന്നെ അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും നാം അറിയേണ്ടതുണ്ട്. വളരെ ശ്രദ്ധയോടെ വേണം നാം അത് ഉപയോഗിക്കുക. അമ്മ അറിയാൻ. ഡിജിറ്റൽ ലോകത്തെ കുട്ടികൾ. എഴുതിയത് ഡോക്ടർ ഗ്രേസ് ജോൺസൺ. ലോകം അടിമുടി മാറുകയാണ്. മനുഷ്യജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളെയും COVID-19 മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. നിർണായകമായ മാറ്റങ്ങൾ അരങ്ങേറിയ ഒരിടം വിദ്യാഭ്യാസ മേഖലയാണ്. ഒന്ന് കളിക്കാനായി പുറത്തിറങ്ങാൻ പോലും കഴിയാതെ കുട്ടികളുടെ നിത്യജീവിതത്തിൽ ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചു വന്നിരിക്കുന്നു. കൂടുതൽ സമയം ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ മറ്റു കുട്ടികളും ഒന്നിച്ചുള്ള കളികളടക്കമുള്ള കാര്യങ്ങൾക്ക് സമയം തികയാതെ വരും. കോവിഡ് കാലത്ത് കുട്ടികൾ കൂടുതലായി സൈബർ ലോകത്തേക്ക് ആകർഷിക്കപ്പെട്ടതോടെ സൈബർ ക്രിമിനലുകൾ അതിനെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. സൈബർ ബുള്ളിയിങ്, ചൈൽഡ് പൊർണോഗ്രഫി, സെക്സ്റ്റിംഗ്, സൈബർ സ്റ്റോക്കിംഗ്, ഓൺലൈൻ സ്കാംസ് എന്നിവയാണ് ഇത്തരം പ്രവണതകളിൽ മുൻനിരയിൽ ഉള്ളത്. ഇന്റർനെറ്റ് മനുഷ്യന്റെ അവശ്യ സേവനമായി മാറുന്ന കാലഘട്ടമാണിത്. സമൂഹത്തിന്റെ എല്ലാ തലത്തിലും ഉള്ളതുപോലെ ഇന്റർനെറ്റിലും ധാരാളം ചതിക്കുഴികളുണ്ട്. കുട്ടികൾ രക്ഷിതാക്കളെക്കാൾ വേഗത്തിൽ പുതിയ സങ്കേതങ്ങളെ പറ്റിയുള്ള അറിവുകൾ ആർജിച്ചെടുക്കും. എന്നാൽ അവ വേണ്ടതും വേണ്ടാത്തതും എന്തെന്ന് കണ്ടെത്തി തിരുത്താൻ രക്ഷിതാക്കളും പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം അത്യാവശ്യമാണ്. നിലവിൽ ഭൂരിഭാഗം രക്ഷിതാക്കളും ഇന്റർനെറ്റിന്റെ ചതിക്കുഴികളെപ്പറ്റി അധികം ബോധവാന്മാരല്ല. ഇന്റർനെറ്റ് എന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴി തുറന്നിടും. മൊബൈലുകളിൽ വീഡിയോ ഗെയിം കളിച്ച് അതിൽ ആകൃഷ്ടരായ കുട്ടികളെ അതേ മൊബൈലിലേക്ക് തന്നെ പഠനത്തിനായി എത്തിക്കുന്നത് വെല്ലുവിളി തന്നെയാണെന്ന്. ഇന്നത്തെ തലമുറയിൽ അപകടകാരികളായ പല ഗെയിമുകൾക്കും പിന്നാലെ കുട്ടികൾ പോകുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട്. ഇത്തരം ഗെയിമുകൾ പ്രശ്നക്കാരല്ലെന്ന ചിന്ത വേണ്ട. ഗെയിമുകൾ കുട്ടികളുടെ ചിന്തയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. കുട്ടികളുടെ വാശി അവസാനിപ്പിക്കാൻ രക്ഷിതാക്കൾ ചെയ്യുന്ന എളുപ്പവഴിയാണ് മൊബൈൽ ഫോൺ കൊടുക്കുക എന്നത്. കുട്ടികളുടെ അമിത മൊബൈൽ ഉപയോഗം ഭാവിയിൽ വൻ ദുരന്തത്തിന് വഴിയൊരുക്കും. കോവിഡ് കാലത്തെ ഡിജിറ്റൽ മീഡിയ ഉപയോഗവും ഓൺലൈൻ പഠനവും കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഡിജിറ്റൽ ഉപയോഗം കുട്ടികളിൽ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ സമയം ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരീരം ഇളകി ചെയ്യുന്ന കളികൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് സമയം തികയാതെ വരും. പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമിതമായ ഭക്ഷണം കഴിക്കാൻ ഇടയാക്കും. കിടക്കാൻ പലപ്പോഴും വൈകും.
ചില പരിപാടികൾ കുട്ടികളെ അമിതമായി ഉത്തേജിപ്പിക്കുകയും ഉറക്കം വരുന്നത് തടയുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് അടച്ചിട്ട മുറികളിൽ ഇരുന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അവസരം കൊടുക്കരുത്. ഓൺലൈൻ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിരിക്കണം. കുട്ടികൾ ഫോണിലൂടെ സന്ദർശിക്കുന്ന സൈറ്റുകൾ, പാസ്വേഡ്, ആപ്ലിക്കേഷനുകൾ, ഏത് സമയത്താണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്നീ കാര്യങ്ങൾക്ക് മാതാപിതാക്കൾ കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം. മാതാപിതാക്കൾ സാങ്കേതിക വിദ്യ അഭ്യസിക്കുകയും പുതിയ സാങ്കേതിക വിദ്യയെയും സംഭവ വികാസങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുകയും അറിവ് നേടുകയും വേണം. കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാനും ഡിജിറ്റൽ ലോകത്ത് അവരെ കൈപിടിച്ച് നടത്താനും അത് പ്രയോജനകരമാകും. ഡിജിറ്റൽ ലോകത്തെക്കുറിച്ചോ സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ അറിവില്ലാത്തതിനാൽ കുട്ടികൾ ഓൺലൈനിലും കമ്പ്യൂട്ടറിലും എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനാകുന്നില്ലെന്ന് പല മാതാപിതാക്കളും പരാതിപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ നിങ്ങളും സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിക്കുകയും അറിവ് നേടുകയും ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമാണ്. ആദ്യമായി മിഴികൾ ദർശിച്ച വദനം, ആദ്യമായി നാവ് രുചിച്ചൊരാ പാനീയം, ആദ്യമായി മേനി ഉണർന്നൊരാ കൈകൾ, ആദ്യമായി ഒരു വിട്ട മന്ത്രം. അമ്മ 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 തൻ അലിവാർന്നു രക്ഷിക്കടാക്ഷവും, അമ്മ തൻ അമ്മിഞ്ഞ പാലിൻ മധുരവും, അമ്മ തൻ മൃദുവാർന്നു രണ്ടിൻ കരങ്ങളും, അമ്മ എന്നോടിയ രണ്ടക്ഷരവും. ശൈശവം പിന്നിട്ടു ബാല്യം കടന്നുപോയി, യൗവനം തന്നിലും നിഴലായിരുന്നമ്മ. ഞാനിന്നൊരമ്മയ അമ്മ തൻ യാതന നേരിട്ടറിഞ്ഞപ്പോൾ നയനം നിറഞ്ഞുപോ, നേരിട്ടറിഞ്ഞപ്പോൾ നയനം നിറഞ്ഞുപോ. ഇല്ല തുല്യമായി അമ്മയ്ക്കു മറ്റൊരാൾ, ഇല്ല ഇത്രമേൽ കരുതുവാനവനിൽ, ഇല്ല നാളുകൾ ഏറെ ഈ ധരണിയിൽ, ഇല്ല മറ്റൊരു അമ്മയാം സാന്ത്വനം, ഇല്ല മറ്റൊരു അമ്മയാം സാന്ത്വനം. യാതനയില്ലാത്ത വേദനയില്ലാത്ത താതന്റെ സന്നിധി ഇന്നെന്റെ അമ്മ. എത്തിടും ഞാനുമ കൂട്ടത്തിലൊരു നാൾ, കർത്തനെ നേരിൽ കണ്ടാനന്ദിപ്പാൻ, കർത്തനെ നേരിൽ കണ്ടാനന്ദിപ്പാൻ. ഒരു നേരമെങ്കിലും ഓർമ്മയിന്നൊളിയായി ഓടിയണഞ്ഞിടും അമ്മതൻ പൊന്മുഖം. ഒരു വട്ടം കൂടിയൻ അമ്മതൻ നെഞ്ചോട് ഒട്ടിയുറങ്ങുവാൻ വാഞ്ചയായി മനം. ഒരു വട്ടം കൂടിയൻ അമ്മതൻ നെഞ്ചോട് ഒട്ടിയുറങ്ങുവാൻ വാഞ്ചയായ മനം. അമ്മ മാഹാത്മ്യം അറിഞ്ഞിടാനണയുവിൻ സത്യവചനത്തിൽ ആഴങ്ങളിൽ. ആശയില്ലാത്തിടത്താശയോടാശിച്ച അമ്മയാം സാറായി വിശ്വാസവും, അമ്മയാം സാറായി വിശ്വാസവും. അരുമക്കിടാവിന അകതാരിനാമയം അധരത്താലൊരുവിട വഹിയാതെ അകന്നൊന്തു കേണൊര അമ്മയാം ഹന്നയിൽ പ്രാർത്ഥനയും, അമ്മയാം ഹന്നയിൽ പ്രാർത്ഥനയും. അതിക്രൂരമായിടും ഭാവി എന്നോർത്ത്
അർപ്പിച്ചു സാദരം താതന്റെ സന്നിധി അമ്മയാം മറിയൈ താഴ്മയതും അമ്മയാം മറിയൈ താഴ്മയതും അമ്മമാർ തെളിയിച്ച പാതൈ മുന്നേറാൻ അലകൾ ഉയരും ഉലകമിതിൽ അർപ്പിച്ചിടാം നമുക്കാ പൊന്നു പാദത്തിൽ അമ്മമാരാം നമുക്കാദരവാൻ അമ്മമാരെ നമുക്കാദരവാൻ. കാലിക വിചിന്തനം. അതിജീവനത്തിന്റെ പാതയിൽ. എഴുതിയത് ഷൈനി അഭിലാഷ്. അതിജീവനം. നാം ഈ വാക്ക് നിരന്തരമായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിജീവനം അഥവാ സർവൈവൽ. അതിജീവനം എന്നാൽ പൊരുത്തപ്പെടൽ എന്നുകൂടി അർത്ഥമാക്കേണ്ടതുണ്ട്. പിറവി മുതൽ അതിജീവനം തുടങ്ങുകയായി. 9 മാസം ഒന്നും അറിയാതെ സുഖിച്ചു കിടന്നിരുന്നിടത്ത് നിന്ന് ഭൂമിയിലെ പരിതസ്ഥിതിയിലേക്കുള്ള ചുവടുമാറ്റത്തിൽ തുടങ്ങുന്ന അതിജീവനം. ആദ്യ ശ്വാസം എടുക്കാൻ വേണ്ടി കരഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ നാം അതിജീവിക്കുകയാണ്. പിന്നീടങ്ങോട്ട് മഞ്ഞും മഴയും വെയിലും വെള്ളവും വായുവും ഭക്ഷണവും എന്നു വേണ്ട അതിജീവന പാതയിൽ ഇടർച്ചക്കല്ലുകളാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നാം തരണം ചെയ്യുകയാണ്. നമുക്ക് പരിചിതമല്ലാത്ത ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നാം ഇതിനോടൊക്കെ പൊരുത്തപ്പെടുന്നതാണ് അതിജീവനം. പക്ഷേ ഇത് നമുക്ക് വളരെ പ്രയാസവുമാണ്. എന്നാൽ ഇത് പ്രയാസമല്ലാതാകുന്ന ഇടത്തിലാണ് നമുക്കതിനോട് പൊരുത്തപ്പെടാനാവുക. നമ്മുടെ നാട് പ്രളയം, ഉരുൾപൊട്ടൽ, ഓഖി തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിച്ചു വന്നതാണ്. എന്നാൽ കൊറോണ എന്ന കുഞ്ഞൻ വൈറസിന് മുമ്പിൽ നമ്മുടെ അതിജീവനം വളരെ മന്ദഗതിയിലാണെന്ന് മാത്രം. നിർബന്ധത്തിന് വഴങ്ങിയാണ് ശീമോൻ അത് ചെയ്തത്. നീതിമാന്റെ കുരിശിന്റെ വലിപ്പം കണ്ടപ്പോഴേ അതിന്റെ ഭാരം മോഹിച്ച കുറേനേക്കാരൻ തനിക്കാവില്ലാതെ ചുമക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചുമക്കുന്ന കുരിശ് തൻ്റേതല്ലാത്തത് കൊണ്ടും കൂടെ നടക്കാൻ ക്രിസ്തു ഉണ്ടായിരുന്നത് കൊണ്ടും കാൽവരിയിലെത്തുമ്പോൾ കുരിശ് കൈമാറാമല്ലോ എന്നോർത്തത് കൊണ്ടുമാകണം ചുമലിൽ ആ കുരിശ് വച്ചപ്പോൾ ശീമോന് ഒട്ടും ഭാരം തോന്നാതിരുന്നത്. കൂടെ നടക്കാൻ അവൻ ഉള്ളിടത്തോളം കുരിശ് ഒരു ഭാരമല്ല. ഈ മഹാമാരിയിലും കൂടെ നടക്കാൻ അവനുണ്ടെന്നുള്ളതാണ് ഇവയെല്ലാം അതിജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. മാസ്കിനുള്ളിൽ മുഖം മറയ്ക്കുമ്പോഴും കൈ കഴുകുമ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരുവൻ. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഏറ്റവും വലിയ മാതൃക കർത്താവായ യേശുക്രിസ്തു തന്നെ. പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് അവൻ ഒരിക്കലും പിന്നോട്ട് ഓടി മാറിയില്ല, എതിർത്തില്ല, മുഷ്ടി ചുരുട്ടിയുമില്ല. നെഞ്ചുവിരിച്ച് അവയ്ക്കിടയിലൂടെ നിർഭയനായി നടന്നുപോയി. അവനു മുമ്പിൽ പ്രതിസന്ധികൾ വഴിമാറുകയായിരുന്നു. ഇതാണ് വൈകാരിക അച്ചടക്കം. ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് EQ. ഇത് ജന്മനാൽ ലഭിക്കുന്നതല്ല, സാഹചര്യങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നാം ആർജിച്ചെടുക്കുന്ന ഒന്നാണ്. നാം ഇന്നലെ ഭയപ്പെട്ട നാളെയാണ് ഇന്ന്. ചങ്കുറപ്പോടെ ഇന്നിൽ നടന്നു നീങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ വിജയായി. ജീവിത വിജയത്തിന് അനിവാര്യമായ 5 കാര്യങ്ങൾ. 1. സെൽഫ് എക്സ്പ്ലോറേഷൻ. സ്വയം ആത്മപരിശോധനകൾ നടത്തി നാം ആരാണെന്ന് തിരിച്ചറിയുക. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വികാരങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുക. ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് സന്തോഷവും സമാധാനവും നൽകും. 2. അവോയ്ഡ് നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവായ ചിന്തകളെ അവസാനിപ്പിക്കുക. നിങ്ങളുടെ ചുറ്റും എന്ത് നടക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനം. 3. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. സ്വന്തം പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. വിജയങ്ങളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയും പരാജയത്തിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാതിരിക്കുകയും ചെയ്യുക. തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക. 4. ബി ഹ്യൂമറസ് ഇൻ ഓൾ ദി സിറ്റുവേഷൻസ്. ജീവിതത്തെയും പ്രതിസന്ധികളെയും നർമ്മബോധത്തോടെ വീക്ഷിക്കുക. 5. റെസ്പെക്ട് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെയും അവരുടെ വികാരങ്ങളെയും ബഹുമാനിക്കുക. അതിജീവനത്തിന് നമുക്ക് വേണ്ടത് ഇതാണ്. അവൻ നമ്മോട് കൂടെ നടക്കുമ്പോൾ
അവൻ്റെ ക്രൂശിനോട് പൊരുത്തപ്പെട്ടു പോകാൻ നമുക്കാകും. കുരിശ് എൻ്റെ ചുമലുകൾക്ക് ഭാരമാകുമ്പോൾ പുറം ഉഴവുചാലു പോലെ കീറിയ യേശു കർത്താവിനെ ഓർക്കാം. അതിജീവനത്തിന് നമുക്ക് അവനാണ് മാതൃക. നമുക്കെന്തിനേയും അതിജീവിക്കാൻ കഴിയും. അതിജീവനമെന്നാൽ പൊരുത്തപ്പെടലാണ്. വേദപുസ്തകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. ഒരു വിധവയുടെ അതിജീവനം. എഴുതിയത് ജെമി റോസ് അലക്സ്. 7 ആണ്ടുകളിലെ ഋതുക്കൾ സമ്മാനിച്ച ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കാതെ മുന്നോട്ടുള്ള ജീവിതം വീറും വിശുദ്ധിയോടും കൂടെ തന്റെ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത ഹന്ന എന്ന സ്ത്രീയെ ഇന്നത്തെ പെൺ സമൂഹം കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു. ഹന്ന എന്ന സ്ത്രീക്ക് വിധവ എന്ന പേര് സമൂഹം നൽകിയപ്പോഴും അവൾ അതിൽ ഒതുങ്ങി നിൽക്കാതെ ആ അവസ്ഥയെ പൂർണ്ണമായും ദൈവത്തിനായി ഉപയോഗിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആനന്ദം കണ്ടെത്തി. അതിന്റെ പരിണിത ഫലമോ ജീവിത സാഫല്യം. 84 സംവത്സരത്തിന്റെ പ്രതിഫലമായി ദൈവം അവൾക്ക് നൽകിയത് അവൾ അത്രയും നാൾ ജീവിതം ചെലവഴിച്ച് ദൈവാലയത്തിൽ വെച്ചു തന്നെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ കൺകുളിർക്കെ കാണാനുള്ള സൗഭാഗ്യമായിരുന്നു. സ്വപ്നങ്ങളെ കെടുത്തിക്കളയുന്ന ഏത് മഹാമാരി ജീവിതത്തിൽ പെയ്തിറങ്ങിയാലും അത് കണ്ട് വിറങ്ങലിച്ചു നിൽക്കാതെ ജീവിത നൗകയിൽ കർത്തൻ കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ ഹന്ന നമുക്ക് ഒരു പ്രചോദനമാണ്. ജീവിതത്തിൽ ഒരു പരാജയം നേരിടുമ്പോൾ നഷ്ട സ്വപ്നങ്ങളെ ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനാണ് നമ്മിൽ പലർക്കും ഇഷ്ടം. പക്ഷേ ഒരു കാര്യം നാം ഓർക്കണം. നഷ്ടങ്ങളെ ഓർത്ത് വിലപിച്ച് കഴിയാൻ ഏതൊരു സാധാരണ സ്ത്രീക്കും സാധിക്കും. എന്നാൽ നഷ്ടങ്ങളെ ലാഭങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നഷ്ടങ്ങളുടെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് പറയണം, എൻ്റെ ദൈവം എൻ്റെ നഷ്ടങ്ങളെക്കാളും വലിയവനാണ്. എൻ്റെ അന്ത്യശ്വാസം വരെയും ഞാൻ ക്രിസ്തുവിനായി ജീവിക്കും. ഹന്നയിലൂടെ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും ഒന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. തീർന്നു എന്ന് നമ്മൾ വിധി എഴുതുന്ന ഇടത്തിൽ നിന്നുമാണ് ദൈവം പുതിയ പാത ഒരുക്കുന്നത്. അത് ശാശ്വത പാതയായിരിക്കും. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ച് പോകയില്ല. വിധവയിൽ നിന്നും പ്രവാചകിയിലേക്കുള്ള യാത്രയിൽ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. തന്റെ നിലവുകളെ അറിയുന്ന പ്രാണനാഥൻ കൂടെയുണ്ടെന്ന ബോധ്യം ഹന്നയ്ക്കുണ്ടായിരുന്നു. ജീവിതം പൂർണ്ണമായും അവൾ അവനിൽ സമർപ്പിച്ചു. നമുക്കും സമയം ഏറെയില്ല. അവന്റെ വരവ് സമീപിച്ചിരിക്കുന്നു. ഹന്നയെ പോലെ നമ്മുടെ ദിനരാത്രങ്ങൾ അവനായി സമർപ്പിക്കാം. 2 പുസ്തകങ്ങൾ കണ്ടുമുട്ടി. പേരിൽ മാത്രം ബുക്കുള്ള ഫേസ്ബുക്ക് ആപ്പും പിന്നെ പുസ്തകങ്ങളുടെ പുസ്തകമായ സത്യവേദ പുസ്തകവും. അവർ തമ്മിൽ സംസാരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കാം. ഹലോ, ഇതെന്താ ആകെ ചട്ട കീറിയിരിക്കുന്നത്? ഇതൊക്കെ ഇപ്പം ആരെങ്കിലും നോക്കാറുണ്ടോ? പുസ്തകങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. നിങ്ങളിത് ഇതേവരെ അറിഞ്ഞില്ലേ? ഹലോ ഫേസ്ബുക്ക്, ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവാത്തതും പ്രസക്തി നഷ്ടപ്പെടാത്തതുമായ പുസ്തകമാണ് ഞാൻ. ഈ ന്യൂജൻ പിള്ളേരെ നിങ്ങളെ മൈൻഡ് ചെയ്യാറുണ്ടോ? എനിക്ക് തലമുറകളുടെ പരിധിയില്ല. ഞാൻ എത്ര തലമുറകൾ കണ്ടിട്ടുണ്ട് എന്നറിയാമോ? എത്ര മഹാന്മാരുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് എന്നറിയാമോ? ഏതു തലമുറയിലും വേണ്ട ആളുകൾക്കുള്ളത് എന്നിലുണ്ട്. എന്നെ പോലെ ഹാഷ്ടാഗ് ഇട്ട് ലോകത്തെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കൊള്ളാം. എന്നെ പോലെ വായിക്കാനും പഠിക്കാനും ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കാനും കഴിയുന്ന വേറൊരു ഗ്രന്ഥവുമില്ല കുഞ്ഞേ. എന്നാൽ ഈ ലുക്കൊക്കെ കുറച്ച് ഓൾഡ് ഫാഷൻഡ് ആണ്. കറുത്ത ബൈൻഡ്. എന്റെ ഇപ്പോഴുള്ള രൂപങ്ങൾ താങ്കൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ലോകത്തിലുള്ള ഏതു പുസ്തകത്തിനോടും കിടപിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങുന്നത്. നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ്, പോളിസി തുടങ്ങിയവ മാറ്റുമ്പോൾ ലോകാരംഭം മുതൽ മാറ്റമില്ലാത്ത കണ്ടന്റാണ് എന്നിലുള്ളത്. പിന്നെ ലുക്കിലല്ലല്ലോ കാര്യം. എന്നാലും എന്നെ പോലെ അനേകായിരം കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ സാധിക്കുമോ? ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, യഥാർത്ഥ സ്നേഹം കാണിക്കുന്ന, സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ കുരിശിൽ ബലി കഴിച്ച യേശു കർത്താവിനെ
ഞാൻ കാണിച്ചു തരാം. എൻ്റെ പോലെ മോട്ടിവേഷണൽ പോസ്റ്റ്, കഥകൾ ഒക്കെ വേറെ എവിടെ കിട്ടും? നിങ്ങൾക്ക് തെറ്റി. എന്നിൽ മുഴുവൻ അനുകരിക്കാൻ യോഗ്യമായ ദൈവത്തിന്റെ ആത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യജീവിതമാണ്. ചിലത് മുന്നറിയിപ്പായിട്ട്, ചിലത് ഉപദേശമായും തിരുത്തലിനായും ഗുണം വരുത്തുന്നതിനായും ഉള്ളതാണ്. മനുഷ്യന് തൻ്റെ ഏത് വിഷമത്തിലും സന്തോഷത്തിലും ആശ്രയിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ഞാൻ. ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ ആരാണ് ഇതിനൊക്കെ മെനക്കെടുന്നത്? മനുഷ്യർക്ക് വേണ്ടത് നേരം പോക്ക്, പൊതുവിജ്ഞാനം, രാഷ്ട്രീയം ഒക്കെയാണ്. ഇതിനിടയിൽ പുസ്തക വായനയൊക്കെ കണക്കാ. ഏത് മനുഷ്യനും എപ്പോഴും ആവശ്യമുള്ളത് എന്നിലുണ്ട്. പിന്നെ ഈ വാക്യം കേട്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? മനുഷ്യന്റെ ആത്മാവിനെ നേടാൻ ജീവൻ വെച്ച ജീവനായകനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നാം മറന്നപ്പോൾ നമ്മെ മറക്കാതെ സ്നേഹിക്കുന്ന, ജീവൻ തന്ന് സ്നേഹിക്കുന്ന നല്ല സ്നേഹിതനെ നിങ്ങൾക്ക് എന്നിലൂടെ കാണാം. പിന്നെ ഇപ്പോൾ ഞാൻ എല്ലാ ഇലക്ട്രോണിക് മീഡിയയിലും ലഭ്യമാണ്. ജന്മം കൊണ്ട് നൂറ്റാണ്ടുകളായെങ്കിലും ഇപ്പോഴും ഞാൻ നിങ്ങളെക്കാൾ ഒരു പടി മുന്നിലാണ്. നിങ്ങളോട് സംസാരിച്ച സമയം പോയി. എന്നാലും ഒരുപാട് കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരു കാര്യവും കൂടി, താങ്കളിൽ കൂടിയും ഈ എന്നിലെ ദൈവവചനം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇത് വായിക്കുന്ന കൂട്ടുകാരോട് ഒരു കാര്യം: ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകപരമായി കാണിച്ചും പറഞ്ഞും തരും, കൂട്ടുകാരെയും തരും. എന്നാലും നമ്മുടെ ജീവനും ആത്മാവിനും വേണ്ടത് ലഭിക്കാനും ജീവനെ നിത്യനരകത്തിൽ നിന്ന് വീണ്ടെടുക്കാനും ലൈക്കും ഷെയറും പോരാ. യേശു കർത്താവ് തന്നെ വേണം. യേശു കർത്താവിനെ നിങ്ങളുടെ കർത്താവായി സ്വീകരിച്ചാൽ ദൈവം നിങ്ങളെ മക്കളായി സ്വീകരിക്കും. അവിടുന്ന് നിങ്ങളുടെ സ്നേഹിതനായി മാറും. സ്വർഗം നിങ്ങളുടെ അവകാശവും. தாமதமாகும் திருமணமும் தளராத விசுவாசமும். எழுதியவர் சகோதரி ஹேன்னா ஷிபஜோஸ். இன்று பல வாலிப சகோதரிகளின் விசுவாசத்தை சோதிக்கிற ஒரு விஷயம் தாமதமாகும் திருமணம். உலக மக்களின் மனதில் திருமண வயதை தாண்டிய ஒரு நபரை பற்றி எழும்பும் பல தேவையில்லா சிந்தனை. தன்னை சுற்றியுள்ள சகோதரர்கள், நண்பர்களின் திருமணம் நடக்கிறதே, ஏன் நான் மட்டும் விலக்கு என்ற கேள்வி, தேவனுக்கு நம்மேல் பிரியம் அல்லது இரக்கமில்லையோ என்ற குழப்பம், இவை அனைத்தும் ஒரு தனிநபரின் வாழ்வில் விசுவாச குறைச்சலை ஏற்படுத்தும். ஏசாயா 55வது அதிகாரம் 8வது வசனத்தில் இவ்வாறாக ஆண்டவர் கூறியுள்ளார்: என் நினைவுகள் உங்கள் நினைவுகள் அல்ல, உங்கள் வழிகள் என் வழிகளும் அல்லவென்று கர்த்தர் சொல்லுகிறார். ஆம், நம் நினைவுகளோ சிந்தனைகளோ அல்ல, கர்த்தருடைய நினைவுகளும் சிந்தனைகளும். அவை சிறந்தவைகளாகவே காணப்படுகின்றன. நாம் கவலைப்படுகின்றதாலே நமக்கு என்ன பயன்? ஆண்டவர் நம்மை குறித்து ஒரு சித்தம் வைத்திருக்கிறார். அவர் குறித்த காலத்தில் தம் சித்தத்தை நம் வாழ்வில் விளங்கச் செய்வார். திருமண வயதில் இருக்கும் ஒரு வாலிப சகோதரி பலவித சோதனைகளையும் கேள்விகளையும் ஒவ்வொரு நாளும் எதிர்கொள்கின்றனர். தன் சுற்றத்தாரையும் உறவினர்களையும் சமூகத்தையும் மற்றும் அவர்களின் கேள்விகளையும் சமாளிப்பதே ஒரு கடினமான வேலையாக உள்ளது. இவ்வாறு கேட்பவர்களின் வாயை நம்மால் அடக்க முடியாது. ஆனால் நன்மையானதை மட்டும் கேட்பதற்குரிய காதுகளையும் ஞானமாக யோசிப்பதற்குரிய சிந்தனைகளையும் தேவன் நமக்கு தந்திருக்கிறார். ஆகையால் அவற்றை மனதில் எடுத்துக்கொள்ளாமல் தவிர்க்கலாம். யாக்கோபு 1வது அதிகாரம் 12 கூறுவது போல, சோதனையை சகிக்கிற மனுஷன் பாக்கியவான். கர்த்தர் நமக்காக ஒரு பெரிய திட்டத்தை வைத்துள்ளார். நம் தாயின் வயிற்றில் உருவாகும் முன்னமே அவர் நம்மை குறித்ததான பல திட்டங்களும் சித்தமும் வைத்துள்ளார். நம் வாழ்வின் ஒவ்வொரு கட்டங்களிலும் அவற்றை விளங்கச் செய்துள்ளார். நம் மழலை பருவம் தொடங்கி மரிக்கும் தருணம் வரையிலும் அவர் நம்முடனே கூட இருந்து நமக்கு வேண்டியவைகளை சிறப்பாக செய்து வருகிறார். 1 கொரிந்தியர் 2வது அதிகாரம் 9வது வசனத்தில் இவ்வாறாக வாசிக்கிறோம்: தேவன் தம்மில் அன்பு கூறுகிறவர்களுக்கு ஆயத்தம் பண்ணினவைகளை கண் காணவும் இல்லை, காது கேட்கவும் இல்லை, அவைகள் மனுஷனுடைய இருதயத்தில் தோன்றவும் இல்லை.
நீதிமொழிகள் 19 அதிகாரம் 21 வசனத்தில் இவ்வாறாக வாசிக்கிறோம்: மனுஷனுடைய இருதயத்தின் எண்ணங்கள் அநேகம், ஆனாலும் கர்த்தருடைய யோசனையே நிலை நிற்கும். நம் வாழ்க்கை துணையை குறித்ததான எண்ணங்களும் ஆசைகளும் இருக்கும். ஆனால் நாம் கர்த்தரிடத்தில் நம் வாழ்க்கை துணையை குறித்து ஜெபிக்க வேண்டிய காரியம் மத்தேயு 1 அதிகாரம் 19 கூறியிருக்கிறது போல, யோசேப்பை போன்ற நீதிமானான புருஷன். லூக்கா 1 அதிகாரம் 28 கூறியிருப்பது போல, மரியாளை போன்ற கிருபை பெற்றவள். எனவே நம் ஆண்டவரிடம் ஜெபம் பண்ணும்போது யோசேப்பு மற்றும் மரியாளை போன்ற வாழ்க்கை அமைய விரும்புவோமாக. பெற்றோர்களுக்கும் நம்மை குறித்ததான கவலை நாம் பிறக்கும் நாள் துவங்கி உள்ளது. அவையின் உச்சக்கட்டம் நம் திருமணத்தை குறித்துதான். ஒரு குடும்ப முகாமில் செய்தி அளித்த ஒரு தேவ ஊழியர் அங்கு வந்திருந்த பெற்றோர்களுக்கு கூறியதாவது: உங்கள் பிள்ளைகளின் திருமணம் 27வது வயதில் தான் நடக்க வேண்டும் என்று தேவன் தீர்மானித்திருந்தால் அது 26 அல்லது 28 நடக்காது, 27 தான் நடக்கும். இவ்வாறு நாம் கவலைப்படாமல் நம் மன மகிழ்ச்சியின் மூலம் பெற்றோர்களை தேற்ற வேண்டும். திருமணத்தை குறித்ததான தேவனுடைய சித்தம் விளங்கும் வரையிலும் நாம் பொறுமையுடன் ஜெபத்தில் தரித்து காத்திருக்க வேண்டும். அவ்வாறு காத்திருக்கும் தருவாயில் நாம் நம் விசுவாசத்தில் நிலை நிற்க நாம் செய்ய வேண்டிய முக்கியமான காரியங்களை தேவன் வேதத்தில் வசனத்தின் மூலமாக தெளிவாக காட்டியுள்ளார். அவற்றுள் 5 முக்கிய வசனங்கள். எரேமியா 33 அதிகாரம் 3 வசனம்: என்னை நோக்கி கூப்பிடு, அப்பொழுது நான் உனக்கு உத்தரவு கொடுத்து நீ அறியாததும் உனக்கு எட்டாததுமான பெரிய காரியங்களை உனக்கு அறிவிப்பேன். எபிரேயர் 10 அதிகாரம் 36 வசனம்: நீங்கள் தேவனுடைய சித்தத்தின்படி செய்து வாக்குத்தத்தம் பண்ணப்பட்டதை பெறும்படிக்கு பொறுமை உங்களுக்கு வேண்டியதா இருக்கிறது. சங்கீதம் 37 அதிகாரம் 4 வசனம்: கர்த்தரிடத்தில் மன மகிழ்ச்சியாயிரு, அவர் உன் இருதயத்தின் வேண்டுதல்களை உனக்கு அருள் செய்வார். சங்கீதம் 37 அதிகாரம் 5 வசனம்: உன் வழியை கர்த்தருக்கு ஒப்புவித்து அவர் மேல் நம்பிக்கையாயிரு, அவரே காரியத்தை வைக்க பண்ணுவார். 1 தீமோத்தேயு 4 அதிகாரம் 12 வசனம்: உன் இளமை குறித்து ஒருவனும் உன்னை அசட்டை பண்ணாதபடிக்கு நீ வார்த்தையிலும் நடக்கையிலும் அன்பிலும் ஆவியிலும் விசுவாசத்திலும் கற்பிலும் விசுவாசிகளுக்கு மாதிரியாயிரு. எனவே திருமணம் தாமதமானாலும் நாம் விசுவாசத்தில் நிலைத்து நிற்போம். யாக்கோபு 1 அதிகாரம் 3-4 வசனங்கள் இவ்வாறாக கூறுகிறது: உங்கள் விசுவாசத்தின் பரீட்சையானது பொறுமையை உண்டாக்கும் என்று அறிந்து அதை மிகுந்த சந்தோஷமாக எண்ணுங்கள். நீங்கள் ஒன்றிலும் குறைவுள்ளவர்களாயிராமல் பூரணராயும் நிறைவுள்ளவர்களாயும் இருக்கும்படி பொறுமையானது பூரண கிரியை செய்ய கடவது. நன்றி. The Trap of Comparison, written by Sheba Sam. From the time we can remember, comparison comes quite naturally to us. As school kids, we compare our answer sheets with friends to see who has got higher marks. We fight with our mother when our sibling gets the bigger piece of cake. As we grow up, the scenario changes, but our attitude remains the same. We tend to compare our marriages, children, physical appearances, job, financial status, house, ministry, and so on with others. Comparison is a peril that has come upon the church and society today. If we do not keep a check on our tendency to compare, we are sure to face much discouragement. One of the most easily deceptive area of comparison is through social media. Following the virtual portrayal of lives cause many people to fall into the trap of comparison, leaving them craving for attention and approval of others. It is a fast-spreading epidemic that has to be prevented. As believers, we need to be always aware of the dangers lurking in every corner when we walk the comparison road. But it is encouraging to know that by God's grace, we can be overcomers and victors. Comparison steals our joy. Looking around with a pair of comparison glasses will steal our joy. It can make us feel we are not good enough when compared to others,
leading to an unhealthy competitive spirit. It often pushes us to focus on people than on God. Thus, we fail to experience true Christian joy. Comparison leads to discontentment. Comparison snares us into not being satisfied with what God has given us. My 4-year-old daughter keeps counting how many clothes her newborn brother receives as gift each time someone visits. It usually leads her to complain that she is not getting gifts rather than counting the many beautiful clothes that are already present in her wardrobe. Comparison can leave us discontent and it blinds us to the numberless blessings we already enjoy. Comparison can lead to envy. If not nipped in the bud, comparison can lead to insecurity, inferiority complex, and to sinful thoughts like envy and bitterness. Envy occurs when we lack a desired attribute or material enjoyed by another. It can harm our interpersonal relationships and ruin our peace of mind. It is bound to create an ill will towards another person who seem to fare better. We will not be able to rejoice in the well-being of others. Comparison can lead to pride. Sometimes comparison can lead to a feeling of superiority complex and pride. When we understand someone is not faring well enough physically, materially, or spiritually, there is every chance that we may become proud of who and what we are. Thoughts of vain conceit like I am not as bad as them or he is not as good as me is highly likely to pop up in our minds. This attitude of pride is alarming. God resists the proud but gives grace to the humble. James 4:6. In the spiritual realm, this can lead to a destructive self-righteousness. How can we guard ourselves from this evil? First, know that your identity is in Christ. True identity can be found only in Christ. Many, especially youngsters, seek to find their identity in physical appearance, complexion, looks, dressing or style, in abilities or performance. Many are insecure because they measure their value based on the appreciation of friends and peers. Acknowledge that your identity lies in the fact that you are a blood-bought child of God. Accept the circumstances God has allowed you to be in. It does not matter what others think about you. What matters is God's point of view. 2 Corinthians 10:18 says, "For it is not the one who commends himself who is approved, but the one whom the Lord commends." We should etch within our hearts that we will not search for identity in anyone or anything other than Christ. It will save us from harmful comparisons and competitions. Secondly, know that each person is differently blessed. God has made each of us differently and we are unique in our own way. He has chosen our appearance, our families, our disposition, talents and abilities. Our spiritual gifts vary. So do our ministries. All these are work of one and the same Spirit, and He distributes them to each one just as He determines. 1 Corinthians 12:11. Celebrate the uniqueness gifted by God. Complement one another instead of comparing and whining. Know your purpose. God's purposes are different for each one of us. The key is to seek and understand His plan for you. As believers, we are all different parts of the same body in which Christ is the head. Each organ is inevitable and has a purpose that cannot be fulfilled by another. 1 Corinthians 12:17-21 says, "If the whole body were an eye, how could it hear? If the whole body were an ear, how could it smell? God has placed each part in the body just as He wanted it to be. If all the parts were the same, how could there be a body?
The eye cannot say to the hand, I don't need you. The head cannot say to the feet, I don't need you. So, be focused on fulfilling God's purpose in your life. Run the race in the lane marked for you, being satisfied in your calling. Choose an attitude of gratitude. Gratitude is riches, complaint is poverty. Be grateful for what you have. Do not focus on the half-empty glass. Count your blessings, and it will stir a thankful heart that does not compare. Giving thanks for everything is God's will for us. It will also help us to be content in our lot. Remember, godliness with contentment is great gain. 1 Timothy 6:6. Finally, praise God for what you have and pray for grace to overcome. When comparison tends to trigger unwanted thoughts in us, bring it captive and obedient to Christ. Arrest envious or prideful thoughts by His grace. Do not entertain toxic thoughts that malign our soul. Pray without ceasing. Ask for grace. Above all, focus on Christ and seek to give Him glory. We are all different by divine design. Instead of comparing one another, strive to complement one another. Thank God for each other, knowing that everything is purely a gift of grace. Learn to appreciate the good in others and try to imbibe the edifying qualities seen in godly people. Celebrating what God has given to others and leveraging what God has given to you may not come naturally, but if we trust in the Lord, He will help us, and it will cause us to praise Him for the diverse ways in which He creates, operates, and leads. Let us pray that God will keep us from this peril of comparison and that we will be truly content, grateful, and joyful in the days ahead.